ഓക്കെ. ഈ സിസ്റ്റർ നമ്മുടെ വഴിഞ്ഞ ടവറിൽ വെച്ച് കഴിഞ്ഞ വർഷത്തിൻ്റെ ഫാസ്റ്റിംഗ് പ്രയറാണ് അല്ല സൺഡേ ആരാധനയ്ക്ക് വരുന്നു. ഇപ്പോൾ കർത്താവ് എന്നെ നിർബന്ധമായിട്ട് പറയുന്നു, ശരീരത്തിനകത്ത് റിപ്പോർട്ട് മാറുന്നു, ക്യാൻസർ സൗഖ്യമാണ്. ആ സമയത്ത് ക്യാൻസർ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. അപ്പോൾ ഈ കഥാവ് പറഞ്ഞു അങ്ങനത്തെ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നു പോകുക. അതെന്ത് പറഞ്ഞാൽ സൗഖ്യമാണ്. അത് വിശ്വാസത്തോടെ ഏറ്റുപോയി. ഞാൻ പിന്നെ പാസ്റ്ററുടെ ഞാൻ ബാങ്കിൽ കോൺഫറൻസിൽ കടന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ഞാൻ റിപ്പോർട്ട് എടുക്കാൻ പോട്ടെ? പാസ്റ്റർ വെയിറ്റ് ചെയ്യും, നമുക്ക് ഇപ്പോൾ പോസിറ്റീവ് റിപ്പോർട്ട് സിസ്റ്ററുടെ കൈ കിട്ടുന്നു പറഞ്ഞു. അപ്പോൾ അതൊരു നമ്മുടെ ഉള്ളിലുള്ളൊരു യുദ്ധമാണല്ലോ അത്. ഇത് എനിക്ക് ഒരു പ്രാവശ്യം വന്ന് സൗഖ്യം വന്നതാണ്. 5 വർഷത്തിന് കഴിഞ്ഞിട്ട് വീണ്ടും ഈ ലംബ് സെയിം പ്ലേസിൽ അങ്ങനെ വന്നു. അത് വലുതായിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ പീരീഡിലെല്ലാം ആ ഒരു വിശ്വാസത്തോടെ ഇതിലേക്ക് പോസിറ്റീവ് റിപ്പോർട്ട് കിട്ടി. അങ്ങനെ അത് ഈ പെയിൻഫുള്ളായി. അങ്ങനെ ഞാൻ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ സസ്പീഷ്യസ് സെൽസ് ആണ്. അവർക്ക് അതുകൊണ്ട് ക്ലാരിറ്റി വരുന്നില്ല. എന്നാൽ വലിപ്പവും ഉണ്ട്, 5 സെന്റിമീറ്ററോളം വലിപ്പവും. അങ്ങനെ പിന്നെ ആസ്റ്റർ ഹോസ്പിറ്റൽ, ബാംഗ്ലൂർ ആസ്റ്റർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാനത് അവർ കൊണ്ടുപോയത് ബയോപ്സി എടുക്കണം എന്നുള്ളതില്ല, കാരണം സസ്പീഷ്യസ് സെൽസ് ആണല്ലോ. അവർ നീടിന് കുത്തിയപ്പോൾ അതിനകത്തുനിന്ന് പഴുപ്പും. ഈ പഴുപ്പ് എത്ര കാലം കൊണ്ട് അവിടെ ഉണ്ടാകുന്ന അറിയത്തില്ല, എനിക്കും അറിയത്തില്ല, ദൈവത്തിന് അറിയുന്നു. പക്ഷെ ആ പഴുപ്പ് എടുത്തതിന് ശേഷം അവർ ബയോപ്സിക്ക് എടുത്തു. പഴുപ്പ് കൊടുത്തിട്ട് അവർ അപ്പോൾ ഈ പഴുപ്പ് നമുക്ക് ഇരിക്കുമ്പോൾ നമുക്കറിയാം എത്ര പെയിനാണ് പഴുപ്പകത്തിരിക്കും. ഭയങ്കര യെല്ലോയിഷാണ്. 50 ml പുറത്തു വന്നു. അതൊരു കൂടുതൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ഓർഗാനിസം അതിനകത്ത് ഇല്ലായിരുന്നു. പക്ഷെ എന്നെ സൗഖ്യപ്പെടുത്തുന്ന അൺനാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമായി. ഈ പഴുപ്പ് ഇങ്ങനെ ശരീരത്തിൽ നിൽക്കുക, ഇത്രയും നാളായിട്ട് നിൽക്കുക. പക്ഷെ ബയോപ്സിയിൽ ഒന്നുമില്ല. മാത്രം എന്റെ കൃപയ ദേവദാസിനോട് നന്ദി പറയുന്നു. അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഒരു ബോട്ടിൽ വെള്ളമൊക്കെ പ്രാർത്ഥിച്ച് ദേവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ച് കുടിപ്പിച്ച് വിട്ട് ദൈവം വലിയ ഈ സൗഖ്യം തന്നില്ലാന്ന് വെച്ചാൽ അനേക സൗഖ്യമാക്കാൻ വേണ്ടി നിങ്ങൾ 2 പേര്, നിലവിൽ 3 പേര്, 5ഓളം പേര് സൗഖ്യമായിട്ടുണ്ട്. നിലവിൽ 2 പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. സഭ ഒരുമിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഒരു സൗഖ്യം ദൈവം തരുമ്പോൾ അത് നമ്മളിൽ ഒതുങ്ങാനുള്ളതല്ല, അതേ ഭാരത്തോടിരിക്കുന്ന അനേകരോട് നിങ്ങളുടെ സാക്ഷ്യം പറയും. ഒരു സാക്ഷ്യം അനേക സാക്ഷ്യത്തെ തുറന്നുകൊണ്ട് ഈ 2 സഹോദരിമാരും ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിച്ചവരാണ്. ഇന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ ചെക്ക് ചെയ്യുമ്പോൾ തന്റെ ശരീരത്തിനകത്ത് ക്യാൻസർ ഇല്ല, അതേ സൗഖ്യം ഇവിടെ ഉണ്ടായതാണ്. ഞാൻ പറയാം, ഇത് വലിയൊരു അടയാളമാണ്. സഭ ഒരുമിച്ച് ഈ 2 കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവർ ഇന്ന് സഭ ഇന്ന് കേട്ട തിരുവചനം പോലെ പ്രാർത്ഥിച്ച് ഇവരെ അയക്കാൻ പോകും. ഇവരിലൂടെ അനേക സഹോദരിമാർ സൗഖ്യമാകും. ഇവരുടെ സാക്ഷ്യങ്ങൾ ഇനിയും ഒന്നല്ല, എന്റെ ഭാഷ പറഞ്ഞ രാജ്യങ്ങൾ, കോണ്ടിനെന്റുകൾ ഈ സൗഖ്യത്തിന്റെ സാക്ഷ്യങ്ങൾ ചെല്ലണം. യേശുവിനെ ഉയർത്തുവാൻ അയക്കുന്ന ദേശങ്ങൾ, സംസ്ഥാനങ്ങളിലേക്ക് ഇവർ നടക്കണം, ഇവർ ഓടണം, ഇവർ വലിയ സാക്ഷ്യമായി മാറണം. സഭ ഒരുമിച്ച് വലതുകരം ഉയർത്തിയിട്ട് പ്രാർത്ഥിച്ചു. പിതാവേ, ഇത് ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവായ യേശു ഈ ലോകത്തിൽ ഏത് മനുഷ്യനും ഭയപ്പെടുന്ന ഒരു പ്രധാന രോഗത്തെ യേശു ഇവരുടെ മേൽ സൗഖ്യമായി ഇറങ്ങി വന്ന് ഇന്നും സാക്ഷ്യത്തോടെ നിൽക്കുമ്പോൾ ഇതേ ഭാരത്തോടിരിക്കുന്ന അനേക സഹോദരന്മാരെ തൊടുന്ന സാക്ഷ്യമായി മാറട്ടെ. സംസാരിക്കുവാനുള്ള ദൈവിക ആലോചനകൾ, ദൈവിക ശബ്ദങ്ങൾ, അഭിഷേകം, കൃപ ഇവരുടെ അത്യന്തം വർദ്ധിക്കട്ടെ. ഞങ്ങൾ സഭ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. കാലം കർത്താവ് അയക്കുന്ന ഇടങ്ങളിൽ ഈ സഹോദരി കുടുംബമായി കർത്താവിന്റെ രാജ്യത്തിന് അനേകർക്ക് സാക്ഷ്യമായി മാറട്ടെ. കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അനേകരെ തലമുറകളെ പോലും കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുന്ന വിധത്തിൽ ദൈവം ഇവരെ വർദ്ധിപ്പിക്കണം, പെരുകണം. ഈ സാക്ഷ്യങ്ങൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ നിങ്ങൾ 2 പേരെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ 2 പേര് മാത്രമല്ല, പക്ഷെ നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ കാലഘട്ടത്തിൽ ഒത്തിരി പേരുടെ വലിയ സാക്ഷ്യമായി മാറുന്നു. ഞങ്ങളുടെ TV സ്ക്രീനുകളിലൂടെ നിങ്ങൾ ഈ
സാക്ഷ്യങ്ങൾ പറയുമ്പോൾ അതേ ഭാഗത്തോടെ ഒത്തിരി അനവധി സഹോദരങ്ങൾ ഈ ലോകത്ത് മല്ലിടിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ആശ്വാസമായി മാറും. തലേ കൈവെക്കേണ്ട, പക്ഷെ നിങ്ങളുടെ ശബ്ദത്തിനകത്ത് വലിയ അടയാളമുണ്ടാകും. സഭ ഒരുമിച്ച് ഈ കുടുംബങ്ങളെ പ്രശ്നം ഇതിനകത്ത് ചാരി